ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഇഡ്ഡലി ഉപ്മാവാണ് ഉണ്ടാക്കിയാലോ. ഇഡ്ഡലി ഉണ്ടാക്കിയത് കൂടുതലുണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ ഓർത്ത് ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാം. പച്ചക്കറി കുറച്ച് ക്യാരറ്റും തക്കാളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടൊരു ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു 4-5 ഇഡ്ഡലി ഉണ്ട്. അതിനൊരു ചെറിയ സവാള, മീഡിയം സൈസ് സവാള, തക്കാളിയുടെ പകുതി, ക്യാരറ്റിൻ്റെ പകുതി, കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഒരു പച്ചമുളക്. നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് പൊടിക്കണം. പൊടിച്ച് കഷ്ണങ്ങളല്ല, കൈ വെച്ച് നന്നായിട്ട് പൊടിക്കണം. എന്നിട്ട് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ആ വലിയ പച്ചമുളകിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ, അതും ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക് രണ്ടാക്കി ഇതാക്കി വെച്ചു. പിന്നെ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു, തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ചട്ടിക്കകത്ത് നമുക്ക് എണ്ണ ഇടാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഒരു അര ടീസ്പൂൺ കടുക് മതി. കടുകിൻ്റെ കൂടെ കടുക് ഈ ചട്ടി ഒന്ന് ചൂടായി വരാൻ ഇച്ചിരി താമസം എടുക്കും. ഇപ്പം നന്നായിട്ട് ചൂടായി കടുകൊക്കെ പൊട്ടി. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ജീരകം, കാലും വേണ്ട, ഒരു നുള്ളു ജീരകം ഇട്ടാൽ മതി. അപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഉഴുന്നിടാം. ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കടലപ്പരിപ്പുണ്ടല്ലോ, അതിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ജീരകമായിട്ടത്. ജീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. അതൊന്ന് ചൂടായപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും പിന്നെ ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടെ നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കണ്ട, അതൊന്നും ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഒരുമാതിരി കളറ് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കുക്കാകണം, അത്രയേ ഉള്ളൂ. അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചിനും പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. വേണമെങ്കിൽ ഡിന്നറിനും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇഡ്ഡലി കൂടുതലുണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് ഇടുന്ന വലിയ താല്പര്യമില്ലെങ്കിൽ ഉള്ളി സവാള മാത്രം ഇട്ടും ചെയ്യാം. ക്യാരറ്റും തക്കാളിയും ഒന്നും ഇടണ്ട, സവാള മാത്രം ഇട്ടും ചെയ്യാം. ഞാൻ പിന്നെ ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റും പിള്ളേർ കഴിച്ചോളുമല്ലോ. അതിൻ്റെ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളും. ഇനി നമുക്ക് ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ, കുറച്ച് ഉപ്പ് മതി. ഈ വെജിറ്റബിളിന് മാത്രം ഒരു ഇച്ചിരി ഉപ്പ് ഇതാക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് മതി. ഇഡ്ഡലിക്ക് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി ഒരു പകുതി ഇച്ചിരി വെന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് അതും കൂടെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെ നന്നായിട്ട് വഴറ്റി തക്കാളിയും കൂടെ ഒന്ന് ഉടഞ്ഞു വന്നിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ പിന്നെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഗരം മസാലയോ അങ്ങനെ മസാലപ്പൊടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാം. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ മോൾക്ക് വലിയ താല്പര്യമില്ല ഈ പൊടികളൊന്നും ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ആ പൊടികളൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇതെല്ലാം വഴറ്റി, അല്ലാതെ തന്നെ നല്ലൊരു കളറും നമ്മുടെ സാദാ ഉപ്പുമാവ് കഴിക്കുന്ന നല്ല ഒരു രീതിയിൽ തന്നെ കാണാനും നല്ല ഭംഗിയോടെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പം തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നേരം ഇതുപോലെ എല്ലാം കൂടെ ചേർത്തൊരു കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം. ഞാനിവിടെ അടച്ചൊന്നും വെക്കുന്നില്ല. പെട്ടെന്ന് തക്കാളി കുക്കായി കിട്ടും. കുക്കായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ച് ഇഡ്ഡലി പൊടിച്ച് വെച്ച് അതും കൂടെ ചേർക്കണം. നല്ല ഇഡ്ഡലി ഇനിയിപ്പം ഇഡ്ഡലി കഷ്ണമാക്കി ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടാം. ഇവിടെ പൊടിച്ചിടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് പൊടിച്ചിടുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമ്മുടെ ഇഡ്ഡലിയുടെ പൊടിച്ച് വെച്ചതും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ഇനി നന്നായിട്ട് വഴറ്റി എല്ലാം മിക്സ് ചെയ്യണം. എല്ലാത്തിനും സവാള നമ്മൾ റെഡിയാക്കി വെച്ച ഒരു സവാള കൂട്ടില്ല, അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്.
ഞാനിടുന്ന വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. കമൻസൊക്കെ ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ്ട് കണ്ടു, നമ്മുടെ ഉപ്പുമാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് റെഡിയാകും. ഇഡ്ഡലി ഉപ്പുമാവ്. ഇപ്പം റവ ഇഷ്ടമില്ലാത്തവർക്ക് ഇഡ്ഡലി ഉപ്പുമാവ്, ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചത് കൂടുതലുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഇഡ്ഡലി ഉപ്പുമാവ് എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ. എന്താ സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി ഉപ്പുമാവ് റെഡിയായി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. താങ്ക് യു.